ഒരു നടനുണ്ടായിരുന്നു. ആരാ? ആ മണിച്ചേട്ടൻ, കലാഭവൻ മണി. ആ കലാഭവൻ മണിച്ചേട്ടനെ തുടർന്ന് ആ വീട്ടിൽ നിന്ന് സ്വന്തം ഇഷ്ടമനുസരിച്ച്, സ്വപ്നമനുസരിച്ച്, ആഗ്രഹമനുസരിച്ച് അഭിനയത്തെക്കാളേറെ നൃത്തത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരാൾ ആ കുടുംബത്തിൽ നിന്ന് ഇറങ്ങി വന്നു. രാജാക്കന്മാർ ഭരിച്ചുകൊണ്ടിരുന്ന ആർദ്രമായ ഒരു നർത്തകൻ, മഞ്ഞ് പെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന കുളിര് പോലെ ഒരു നർത്തകൻ ആ നൃത്തത്തെ തന്റെ ഹൃദയത്തിൽ സ്നേഹിക്കുന്നു, ഉപാസിക്കുന്നു, പൂജിക്കുന്നു. അങ്ങനെയുള്ള ഒരു നർത്തകൻ കലാഭവൻ മണിച്ചേട്ടന്റെ വീട്ടിൽ നിന്നിറങ്ങി പലയിടങ്ങളിൽ നിന്ന് ഈ വേനൽക്കാലത്ത് പറന്നു വന്ന വേനൽ പക്ഷികളായി ഈ ശിശുക്ഷേമ സൗന്ദര്യം പകരാൻ ഒരാളെത്തിച്ചേർന്നു. നമ്മുടെ പ്രിയപ്പെട്ട മോഹിനിയാട്ടം നർത്തകൻ ആർ.എൻ.വി. രാമകൃഷ്ണനെ എല്ലാ മക്കളും ചേർന്ന്, എല്ലാവരും ചേർന്ന് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ മനോഹരമായ ചന്തമുള്ള നല്ല പരിപാടിയുടെ അധ്യക്ഷനായി നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഒരു ചേട്ടനുണ്ട്. ആരായിരിക്കും? ആ അരുൺഗോപി ചേട്ടൻ. നിങ്ങളുടെ ചേട്ടൻ, നമ്മളുടെ ചേട്ടൻ, എല്ലാവരുടെയും ചേട്ടൻ, മണിച്ചേട്ടൻ എന്ന് വിളിക്കും പോലെയുള്ള ഒരു ചേട്ടൻ. ആരാ? അരുൺഗോപി ചേട്ടനെ ഈ പരിപാടിയുടെ അധ്യക്ഷ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. പിന്നെ നമ്മളുടെ ഒരു കരുതലായി നിൽക്കുന്ന, എന്നും പറയുന്ന കരുതലായി നിൽക്കുന്ന നമ്മുടെ കൂടിന്റെ ചില്ലകൾ, കൂടുണ്ടാക്കുന്ന മരച്ചില്ലകളിൽ ഒന്ന് ഒടിഞ്ഞു പോയാൽ പുതിയ ഒരു ചില്ല കൊണ്ടുവന്ന് ആ കൂടിനെ കെട്ടിപ്പൊളിയുന്ന ഒരു വലിയ പക്ഷിയെ പോലെ നമുക്കൊരാളുണ്ട്. നമ്മുടെ ജയപാലൻ മാമനെ നമ്മളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെ എല്ലാ പണികളും തലയിൽ തുന്നി അങ്ങനെ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി മക്കളെല്ലാവരും ചേർന്ന് ഒരിക്കൽ കൂടി ആർ.എൽ. രാമകൃഷ്ണൻ, ആർ.എൻ.വി. രാമകൃഷ്ണനെ സ്വാഗതം ചെയ്യുന്നു. ഈ മക്കളെ അധ്യക്ഷനായി അരുൺഗോപിയെ ക്ഷണിക്കുന്നു. ഏറെ പ്രിയങ്കരനായിട്ടുള്ള ജ്യേഷ്ഠ സഹോദരൻ ഡോക്ടർ ആർ.എൻ.വി., വേദിയിലിരിക്കുന്ന പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ ക്യാമ്പ് 2024 അവധിക്കാല ക്യാമ്പ് നിശ്ചയിക്കപ്പെടുമ്പോൾ ഞങ്ങൾ നിശ്ചയിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട നാളെ മലയാളക്കര ലോകത്ത് എല്ലായിടത്തുമുള്ള മലയാളികൾ, ആ മലയാളികൾ ഏറ്റെടുത്ത മണിച്ചേട്ടന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ആ സഹോദരനുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഉണ്ടാകുമ്പോൾ മലയാളികൾ ഒന്നടങ്കം വിളിച്ചു പറഞ്ഞു. എന്താ പറഞ്ഞേ? ഒറ്റയ്ക്കല്ല, കേരളം മലയാളികൾ, ചിന്തിക്കുന്ന മലയാളി ഒന്നടങ്കം ആർ.എൽ.വിയോടൊപ്പം ഉണ്ട് എന്ന് മലയാളക്കര ഏറ്റുപറഞ്ഞ പ്രിയപ്പെട്ട ആർ.എൽ.വിയാണ് ഇന്ന് നമ്മുടെ ക്യാമ്പിൽ നമ്മളോടൊപ്പം സംവദിക്കുവാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ളത്. മറ്റൊരു സന്തോഷം കൂടി, ഞങ്ങളെയൊക്കെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരുപാട് അമ്മമാർ, അധ്യാപികമാർ ഒക്കെ ഉണ്ട്. ശിശുക്ഷേമ സമിതിയെ എക്കാലത്തും ചേർത്ത് പിടിച്ചിട്ടുള്ള പ്രിയപ്പെട്ട ഗീത ടീച്ചറുണ്ട്. ആ ഗീത ടീച്ചറുടെ സ്നേഹവാത്സല്യങ്ങൾ ഒരുപോലെ അനുഭവിക്കാൻ കഴിഞ്ഞവരാണ് ഞാനും പ്രിയപ്പെട്ട രാമകൃഷ്ണനും എന്നുള്ള സന്തോഷം കൂടി ഈ സന്ദർഭത്തിൽ ഇവിടെ പങ്കുവച്ചുകൊണ്ട് നിങ്ങളോട് സംവദിക്കുവാൻ, നിങ്ങളോട് സംസാരിക്കുവാൻ പ്രിയപ്പെട്ട രാമകൃഷ്ണനെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. വിശിഷ്ട വ്യക്തിത്വങ്ങൾ, പ്രിയപ്പെട്ട എന്റെ കൊച്ചുകൂട്ടുകാർ, നിങ്ങളുടെ വളരെയധികം സന്തോഷം. ഞാൻ വിചാരിച്ചു നിങ്ങളെല്ലാവരും ഒരു ഉച്ചമയക്കത്തിലായിരിക്കും എന്ന് വിചാരിച്ചാണ് ഇവിടേക്ക് എത്തിയത്. പക്ഷെ ഉജ്ജ്വലമായ നാടൻ പാട്ടോടു കൂടിയാണ് വരവേറ്റത്. നിങ്ങളുടെ മുമ്പിൽ
എന്തായാലും എൻ്റെ പവർ അത്ര പോരാന്നാണ് തോന്നുന്നത്. ഇത്രയും ഈ നട്ടുച്ച പോലെ തന്നെ ഉച്ചവെയിലത്ത് തിളച്ചു നിൽക്കുന്ന നമ്മുടെ പൂമുട്ടുകൾ നിങ്ങൾക്ക് മുമ്പിൽ വരുമ്പോൾ എൻ്റെ ഉള്ളിലെ ആകുലതകൾ ഞാൻ മറക്കുകയാണ്. എന്തായാലും നിങ്ങളുടെയൊക്കെ വലിയ സ്നേഹവും സപ്പോർട്ടും ഉള്ളതുകൊണ്ടാണ് ഇന്ന് ഡോക്ടർ RLV രാമകൃഷ്ണനെയും അതുപോലെ കേരളത്തിന്റെ കലയായ മോഹിനിയാട്ടത്തെയൊക്കെ കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ഇഷ്ടം അത്രയധികം നിങ്ങളുടെ ഉള്ളിൽ പതിഞ്ഞുപോയി എന്ന് മനസ്സിലാവുന്നു. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളിൽ ഒരുപാട് കലാകാരന്മാരും കലാകാരികളും സർഗപ്രതിഭകളും എല്ലാം ഉള്ളവരാണ് ഈ കിളിക്കൂട്ടത്തിൽ ഇന്ന് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. നൃത്തമായാലും സംഗീതമായാലും വാദ്യപ്രയോഗങ്ങളായാലും ചിത്രകലയായാലും കവിത തുടങ്ങി എല്ലാ തരത്തിലുള്ള കലാ വൈഭവങ്ങൾ നിറഞ്ഞ കലാ കൗമാരങ്ങളാണ്, അല്ലെങ്കിൽ കുട്ടിത്വങ്ങളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി വേണം നിങ്ങൾക്ക് മുമ്പിൽ ഓരോ വിഷയങ്ങളും അവതരിപ്പിക്കുന്നത്. ഇപ്പൊ ഞാൻ ഏറെ വിവാദങ്ങളിലേക്കൊന്നും പോകുന്നില്ല, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. മോഹിനിയാട്ടം എന്നൊരു കലയെ കുറിച്ച് സംവദിക്കണം എന്ന് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ആഗ്രഹിക്കുന്നത്. മോഹിനിയാട്ടം എന്നൊരു കലാരൂപം എവിടെ നിന്നാണ് ഉണ്ടായതെന്ന് അറിയാമോ നിങ്ങൾക്ക്? ശരി, കേരളത്തിൽ എവിടെ നിന്നാണ് ഉണ്ടായത്? തിരുവനന്തപുരത്ത്. എവിടെ? തിരുവിതാംകൂറും. ഓക്കെ, പോരട്ടെ. ശരി, ഇനി ഞാൻ പൂരിപ്പിക്കാം. അപ്പോ ഞാൻ ഗവേഷണം ചെയ്തത് നേരത്തെ അരുൺ ചേട്ടൻ പറഞ്ഞ പോലെ ഡോക്ടർ NK ഗീത ടീച്ചർ ഇവിടുത്തെ സംസ്കൃത കോളേജിലെ പ്രിൻസിപ്പൾ ആയിരുന്നു, ഇപ്പൊ റിട്ടയർ ചെയ്തു. ടീച്ചറുടെ കീഴിലാണ് മോഹിനിയാട്ടം പുരുഷന്മാർക്ക് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പഠനം. മോഹിനിയാട്ടത്തിലെ പുരുഷ രംഗാവതരണം, ആട്ടത്തിലെ ആൺവഴികൾ എന്നതായിരുന്നു എൻ്റെ വിഷയം. ആ വിഷയവുമായി ബന്ധപ്പെട്ട് നാളിതുവരെയുള്ള തെളിവുകളൊന്നും തന്നെ പര്യാപ്തമായ ഒന്നായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ മാർഗദർശി ഗൈഡ് പറഞ്ഞു, മോഹിനിയാട്ടത്തിൽ ഇതുവരെ ഉണ്ടായിരിക്കുന്ന തെളിവുകൾക്ക് അപ്പുറത്തേക്ക് പുതിയ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഗവേഷണം പടിപടിയായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനിവിടെ തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു എൻ്റെ താമസം. ഇവിടുത്തെ തിരുവനന്തപുരത്ത് സ്വാതി തിരുനാൾ ഇവിടെ ആർക്കൈവ്സിൽ സ്വാതി തിരുനാൾ കൊട്ടാരത്തിലെ രേഖകൾ കിട്ടുന്നതിന് വേണ്ടി, മോഹിനിയാട്ടത്തിന്റെ രേഖകൾ കിട്ടുന്നതിന് വേണ്ടി തിരുവനന്തപുരത്ത് താമസിച്ചാണ് ഞാൻ എൻ്റെ ഗൈഡ് ഇവിടെ നിന്ന് പാറ്റൂരാണ് താമസിച്ചിരുന്നത്, ഗീത ടീച്ചർ. അപ്പോൾ അവിടെ നിന്നും ആർക്കൈവ്സിലേക്ക് രാവിലെ തുടങ്ങി ഉച്ചവരെ പോകും. വൈകുന്നേരം ടീച്ചറുടെ വീട്ടിൽ പോയി അന്നോട് കിട്ടിയിട്ടുള്ള രേഖകളെ കുറിച്ച് സംവാദങ്ങൾ നടത്തും, പഠിക്കും. ഈ മോഹിനിയാട്ടവുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ നിന്നപ്പോഴാണ് കുറേയേറെ സത്യങ്ങൾ മനസ്സിലാകുന്നത്. നേരത്തെ ഞാൻ ചോദ്യത്തിന് ഉത്തരമായി പറയുകയാണ്, മോഹിനിയാട്ടം ആദ്യമായി അവതരിക്കപ്പെട്ടത് തിരുവിതാംകൂറിലെ നാടകശാല എന്ന് പറയുന്ന ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു കൊട്ടാരത്തിൽ. ആ തിയേറ്ററിലാണ് ആദ്യമായി മോഹിനിയാട്ടം അവതരിപ്പിച്ചത്. ഇത് ആരാണ് പഠിപ്പിച്ചതെന്ന് അറിയാമോ? ആണുങ്ങളാണ് മോഹിനിയാട്ടം പഠിപ്പിച്ചത്. അപ്പോൾ നമ്മുടെ ഒരു ഗവേഷണത്തിന്റെ ലക്ഷ്യം അവിടെ നിന്ന് തന്നെ നമുക്കൊരു പോസിറ്റീവ് മൈൻഡാണ്. കാരണം ഈ മോഹിനിയാട്ടം എന്ന കല പെണ്ണുങ്ങളെ പഠിപ്പിച്ചത് ആണുങ്ങളാണ്. അപ്പൊ തീർച്ചയായിട്ടും അന്ന് മുതൽ ആണുങ്ങള് മോഹിനിയാട്ടം രംഗാവതരണം പഠിപ്പിക്കണമെങ്കിൽ കാണിച്ചു കൊടുക്കണ്ടേ? നിങ്ങളെ നൃത്തം പഠിപ്പിക്കുന്ന അധ്യാപകര് നിങ്ങളെ കാണിച്ചു തന്നാലേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഈ ചരിത്രം, അപ്പൊ അവിടെ നമുക്കറിയാം 1757 17-ാം നൂറ്റാണ്ടില് 18-ാം നൂറ്റാണ്ടിലൊക്കെ കാർത്തിക തിരുനാൾ മഹാരാജാവിന്റെ കാലത്താണ് മോഹിനിയാട്ടം ഉരുതിരിയുന്നത്. പിന്നീട് സ്വാതി തിരുനാളിന്റെ കാലഘട്ടം വരെ മോഹിനിയാട്ട നർത്തകികള് അവിടെ ഉണ്ടായിരുന്നു. അവരെ നൃത്തം പഠിപ്പിച്ചത് അയ്യപ്പ പണിക്കർ എന്ന് പറയുന്ന ഒരു നട്ടുവനായിരുന്നു. അതിനുശേഷം തഞ്ചാവൂരിൽ നിന്ന് വന്നിട്ടുള്ള ചിന്നയ്യ, പൊന്നയ്യ, വടിവേലു, ശിവാനന്ദൻ തുടങ്ങിയിട്ടുള്ള നർത്തകര് ഇവിടെ വരികയും മോഹിനിയാട്ടത്തെ അല്ലെങ്കിൽ സ്വാതി തിരുനാളിന്റെ രചനകളെ മോഹിനിയാട്ടത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് രംഗാവതരണം ചിട്ട ചെയ്യുകയും ചെയ്തൊരു ചരിത്രം ഉണ്ടായി. പിന്നീട് എങ്ങനെയാണ് മോഹിനിയാട്ടം അധപതിക്കപ്പെട്ടത്? തീർച്ചയായിട്ടും സ്ത്രീകളുടെ നൃത്തപ്രയോഗം
അതിന്റെ ശാരീരിക സൗന്ദര്യം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ മോഹിനി എന്ന ഒരു കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാടിലൂടെ സ്ത്രീ ശരീരത്തെ കാണുകയും അതിന്റെ അശ്ലീലതകളെ ആസ്വദിക്കുകയും ചെയ്യപ്പെട്ടപ്പോൾ മോഹിനിയാട്ടം അധപതിച്ച് അത് അവിടെ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെട്ടു. ഇവിടെ ആരും മോഹിനിയാട്ടം അവതരിപ്പിക്കാൻ പാടില്ല എന്നൊരു നിയമം ഇവിടെ പ്രാബല്യത്തിൽ വരികയും കൊട്ടാരം നർത്തകികളെ അവിടെ നിന്ന് പടികടത്തുകയും ചെയ്തു. അതോടുകൂടി മോഹിനിയാട്ടം അധപതിച്ചു പോയി. നേരത്തെ ഇപ്പോഴത്തെ വിവാദവുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുകയാണ്, മോഹിനിമാർ അത്തരത്തിലുള്ള മോഹിനിയാട്ടം ചെയ്തതുകൊണ്ട് മോഹിനിയാട്ടം അധപതിച്ചു പോയി. പിന്നീട് നവോത്ഥാന കാലഘട്ടം വരുന്ന സമയം, കേരള കലാമണ്ഡലം ഒക്കെ ഉയർന്നു വരുന്ന 1930കളിലൂടെ കേരള കലാമണ്ഡലത്തിൽ നമ്മുടെ മഹാകവി വള്ളത്തോൾ മോഹിനിയാട്ടത്തെ വീണ്ടും പുനരുജ്ജീവിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇതിലെ അശ്ലീലതകളാണ് ഈ മോഹിനിയാട്ടത്തെ ഇത്രയേറെ തളർത്തിക്കളഞ്ഞത്. അതുകൊണ്ട് ഇത്തരം അശ്ലീല ആട്ടങ്ങൾ മാറ്റിക്കൊണ്ട് ഇതിനെ മോഹിനിയാട്ടം എന്നുള്ള പേര് വിളിക്കാതെ കൈരളി നൃത്തം എന്നുള്ളൊരു പുതുനാമമാണ് അന്ന് നമ്മുടെ നവോത്ഥാന നായകനായിട്ടുള്ള വള്ളത്തോൾ നാരായണ മേനോൻ മോഹിനിയാട്ടത്തിനായി പേര് നിഷ്കർഷിച്ചു. ദുർഭാഗ്യവശാൽ നമ്മുടെ ചില ആളുകളുടെ, അല്ലെങ്കിൽ ഇന്നും നിലനിൽക്കുന്ന അത്തരം പരമ്പരാഗത ചിന്താഗതിയുള്ള ആളുകളുടെ ഇത്തരം ചിന്തകളാണ് മോഹിനിയാട്ടം എന്ന ഈ കേരളീയ നൃത്തരൂപത്തെ മോഹിനിമാരുടെ ആട്ടമായി, അല്ലെങ്കിൽ മോഹിനിമാർ മാത്രം ആടിയാലാണ് മോഹിനിയാട്ടം ആടുക എന്നുള്ള ആ പഴയ കുപ്പിയിലെ വീഞ്ഞ് ഇപ്പോഴും ചിലരുടെ ഉള്ളിൽ കിടന്ന് തിളയ്ക്കുന്നു എന്നുള്ളതാണ് മോഹിനിയാട്ടത്തിന്റെ ഇപ്പോഴത്തെയും അധപതനങ്ങളുടെ കാരണങ്ങളായി നിലകൊള്ളുന്നത്. നമ്മുടെ നവോത്ഥാന നായകൻ നമ്മൾക്ക് മുമ്പിൽ കൈരളി നൃത്തം എന്നൊരു പേര് വെച്ചിട്ടും ഇന്നും നമ്മൾ മോഹിനിയാട്ടത്തിന്റെ നവോത്ഥാനത്തിന് വേണ്ടി വീണ്ടും വീണ്ടും ഘോരഘോര സമരം നടത്തേണ്ട ഒരു സാഹചര്യമാണ്. ഒരു കേരളീയനായ ഒരു നർത്തകൻ കേരളത്തിന്റെ കലയായ മോഹിനിയാട്ടം പഠിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ എനിക്ക് ജീവിതത്തിലുടനീളം അനുഭവിക്കേണ്ടി വന്ന വേദനകൾ, അതിന്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ ഈ അടുത്ത് നടന്നു കഴിഞ്ഞ ഒരു വിവാദവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ തിരുവിതാംകൂർ രാജസദസ്സിലും അതുപോലെ വള്ളത്തോൾ കലാമണ്ഡലത്തിലൂടെ മോഹിനിയാട്ടത്തെ പുനരാവിഷ്കരിച്ചപ്പോൾ അവിടെയും മോഹിനിയാട്ടം പഠിപ്പിക്കാൻ വന്നത് കൃഷ്ണപണിക്കരാശാൻ എന്ന് പറയുന്ന മോഹിനിയാട്ടം പഠിപ്പിക്കാൻ വന്ന ഒരു ഗുരുവായിരുന്നു. അദ്ദേഹം പുരുഷനായിരുന്നു. അപ്പൊ ഇവിടെ സ്വാതിരുന്നാൾ കൊട്ടാരത്തിൽ അയ്യപ്പ പണിക്കരും കലാമണ്ഡലത്തില് കൃഷ്ണപണിക്കരാശാൻ, കളമൊഴി കൃഷ്ണമേനോൻ തുടങ്ങിയിട്ടുള്ള ഗുരുക്കന്മാര് ആണുങ്ങൾ തന്നെയാണ് മോഹിനിയാട്ടം പഠിപ്പിച്ചത്. പിന്നീട് അങ്ങോട്ട് തുടർന്ന് അക്കാലത്ത് മോഹിനിയാട്ടം പഠിക്കാനായിട്ട് ആണുങ്ങൾ ഉണ്ടായിരുന്നില്ല. നമുക്കറിയാം, ഭരതനാട്യമായാലും മറ്റേത് കലാരൂപങ്ങളായും പെൺകുട്ടികൾ ചെയ്യുന്നത് കാണാനാണ് അന്ന് എല്ലാവരും ആഗ്രഹിച്ചിരുന്നത്, അല്ലെങ്കിൽ പെൺകുട്ടികളാണ് മുന്നോട്ട് വന്നത്. പക്ഷേ നമ്മുടെ മറ്റെല്ലാ നൃത്തരൂപങ്ങളിലും അത്തരത്തിലുള്ള വിവേചനങ്ങൾ തുടച്ചു മാറ്റപ്പെടുകയും അവിടെ ആണും പെണ്ണും ഒരുമിച്ച് കലകൾ പ്രകടിപ്പിക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ മാത്രം ഇങ്ങനെ ഒരു വിവേചനം നിലനിന്നിരുന്നു എന്നുള്ള ചിന്താഗതിയാണ് എന്നെ പോലെയുള്ള ഒരു നർത്തകന് മോഹിനിയാട്ടം പുരുഷന്മാർ പഠിച്ചാൽ എന്ത്, അല്ലെങ്കിൽ ഒരു പുരുഷൻ മോഹിനിയാട്ടം കളിക്കുമ്പോൾ എന്തിനാണ് ഒരു സ്ത്രീയായി വേഷം കെട്ടേണ്ടി വരുന്നത്? കാരണം ഒരു വള്ളത്തോൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു സ്ത്രീയുടെ ശരീരത്തിലേക്കല്ല നോക്കേണ്ടത്, അവൾ ചെയ്യുന്ന കലാരൂപത്തെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്, അതിനെയാണ് നമ്മൾ കണ്ട് ആസ്വദിക്കേണ്ടത്, ആ കലയുടെ സാങ്കേതികമായ മികവിനെയാണ് കാണേണ്ടത്, ആസ്വദിക്കേണ്ടത് എന്നുള്ള മഹാകവി വള്ളത്തോളിന്റെ ആ ദർശനം ഇന്നും വിദ്യാസമ്പന്നനായ നമ്മുടെ സമൂഹത്തിലെ ചില ആളുകൾ അതിനെ വക്രീകരിച്ച് കാണുന്നത് വളരെ കഷ്ടം തന്നെ തോന്നുന്ന കാര്യമാണ്. ഏകദേശം നിങ്ങൾക്ക് മോഹിനിയാട്ടത്തെ കുറിച്ച് ചെറിയൊരു ക്ലാസ് സംവദിക്കുകയാണ് ഉണ്ടായത്. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നർത്തകനാണ്, മോഹിനിയാട്ടക്കാരനാണ്, എന്ത് പ്രതിസന്ധി വന്നാലും കുലുങ്ങാത്ത ഒരു വ്യക്തി കൂടിയാണ്. കാരണം മണിച്ചേട്ടൻ അത്രയും വലിയൊരു ഊർജ്ജമാണ് മണിച്ചേട്ടൻ തന്നിട്ട് പോയത്, അല്ലെ? മണിച്ചേട്ടൻ നാളെ കല്ലും മുള്ളും ചവിട്ടി പിടിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിക്കോടെ വരുന്ന ഈ കൊച്ചനുജനും അതിന്റെ ചെറിയ സൂര്യപുഷ്കാന്തിയൊക്കെ ഇല്ലാതിരിക്കില്ല. അപ്പൊ ആര് വന്ന് ഭീഷണിപ്പെടുത്തിയാലും ഇനി മോഹിനിയാട്ടത്തിൽ നവോത്ഥാനം വരണമെങ്കിൽ ജയിലിൽ പോയി കിടക്കാനും തയ്യാറാണ്. അതിന് ആരെന്നെ കളിയാക്കിയാലും ആരെത്ര കമന്റ് ഇട്ടാലും എനിക്ക് പുല്ല് വരെയാണ്.
ഞാൻ അഭ്യസിച്ച കല, ഒരു കേരളീയനായ ഞാൻ അഭ്യസിച്ച കല ഞാൻ ആണുങ്ങളുടെ വേഷത്തിൽ തന്നെ നൃത്തം ചെയ്യും. പിന്നെ നിറത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞതിനെ തരംതിരിച്ചു വിടാൻ വേണ്ടി വിഭജനോത്സവത്തിലെ സൗന്ദര്യത്തിന്റെ മാർക്കിനൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് പെടാപ്പാടുപെടുന്നതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതൊക്കെ വെറുതെ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള മാർഗങ്ങളാണ്. നമുക്കറിയാലേ, ഏത് നൃത്തരൂപവും ചെയ്യണമെങ്കിൽ മേക്കപ്പ് ഇട്ടിട്ടാണ് എല്ലാവരും സ്റ്റേജിൽ. കറുത്തവർക്കല്ല, വെളുത്തവരായാലും എന്ത് ചെയ്യും? മേക്കപ്പ് ഇടും അല്ലേ? ഇപ്പൊ ഞാൻ മേക്കപ്പ് ഇടുന്നതാണ് പ്രശ്നം. ഞാൻ താരങ്ങൾക്ക് മുമ്പേ നമുക്കറിയാം, കഥകളിക്കായാലും കൂത്തിനായാലും കൂടിയാട്ടത്തിനായാലും ഓട്ടംതുള്ളലിനായാലും മറ്റേത് സാങ്കേതികമായിട്ടുള്ള നൃത്തം, ശാസ്ത്രീയ നൃത്തം ചെയ്യുമ്പോൾ ആ നൃത്തത്തിന് അനുയോജ്യമായ സമയങ്ങൾ അണിഞ്ഞുകൊണ്ടാണ് വേദിയിൽ നൃത്തം ചെയ്യുക. അപ്പൊ ഞാൻ കുറച്ച് മേക്കപ്പ് ഇട്ട് ഇപ്പൊ ഞാൻ ഭയങ്കര കറുത്താന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ കുറച്ച് വെളുത്തു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോഴത്തെ സംവാദങ്ങൾ മുഴുവനും. കാരണം ഒരു ലേശം മേക്കപ്പ് ഇട്ട്, അതായത് നമ്മുടെ കണ്ണിന്റെയും പുരികത്തിന്റെയും ചുണ്ടിന്റെയും മുഖത്തിന്റെയും ഒക്കെ ചലനങ്ങൾ അങ്ങ് ദൂരെ ഇരിക്കുന്ന ആളുകൾക്ക് വരെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്നത് അല്ലെ. നമ്മുടെ കണ്ണ് തുറന്ന് അഭിനയിക്കുമ്പോൾ അല്ലെങ്കിൽ മുഖപ്പെടുത്തി അഭിനയിക്കുമ്പോൾ അങ്ങ് ദൂരെ ഇരിക്കുന്ന ആളുകൾ, നമ്മൾക്ക് സാധാരണ കളരിയും ചെയ്യുമ്പോൾ നമ്മൾ ഇതേ രൂപത്തിലാണ് നൃത്തം ചെയ്യുക. എന്നാൽ രംഗാവതരണം ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും എന്താണ്, സമയം എന്ന് പറയുന്ന അല്ലെങ്കിൽ കോസ്റ്റ്യൂം, ഓർണമെന്റ്സ്, ആ ഏത് നൃത്തരൂപമാണോ അതിനെ ഇണങ്ങിയിട്ടുള്ള സമയങ്ങൾ അണിഞ്ഞുകൊണ്ടാണ് നമ്മൾ വേദിയിൽ നൃത്തം അവതരിപ്പിക്കുക അല്ലെ. അപ്പോ അത്തരം കാര്യങ്ങളെ പിടിച്ചിട്ട് പിന്നെ അങ്ങനെ ഒരു സംവാദം ഉണ്ടാക്കാനാക്കി നോക്കി. പക്ഷെ നമുക്കറിയാം, നിങ്ങൾ ഇവിടെ നിൽക്കുന്ന മാധ്യമപ്രവർത്തകരായാലും അമ്മമാരായാലും അച്ഛന്മാരായാലും നിങ്ങൾക്കറിയാം, ഒരു യുവജനോത്സവ വേദിയിൽ ഒരു കുട്ടി എങ്ങനെയാണ് നൃത്തം ചെയ്യുക, അല്ലെങ്കിൽ ഒരു പൊതുവേദിയിൽ എങ്ങനെയാണ് ഒരു നർത്തകൻ ഒരു നർത്തകി നൃത്തം ചെയ്യുക, വെളുത്തവരായാലും കറുത്തവരായാലും. ഇതൊക്കെ ഇതിനെ എന്താ പറയുക, നേരത്തെ പറഞ്ഞ ചർച്ചകളെ മാറ്റിവിടാൻ വേണ്ടി, വഴിതെറ്റിച്ചു വിടാൻ വേണ്ടി വന്ന ഒരു ചർച്ചയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള ഭീഷണികളോ അല്ലെങ്കിൽ വേവലാതികളോ ഒന്നും നിങ്ങൾ വിശ്വസിക്കരുത്. നിങ്ങൾ പഠിച്ച കല സ്വതസിദ്ധമായ ശൈലിയിൽ വളരെ തന്മയത്തോടു കൂടി നൃത്തവേദിയിൽ നിറഞ്ഞാടുക, അത്ര മാത്രമേ പറയാനുള്ളൂ. ഇവിടെ സൗന്ദര്യത്തിനെല്ലാം മാത്രമേ, സൗന്ദര്യം എന്ന് പറയുന്നത് അങ്ങനെയല്ല, നമ്മുടെ കലയുടെ സൗന്ദര്യമാണ്. നമ്മൾ ചെയ്യുന്ന ഏത് കലയാണോ ആ കലയുടെ പരിപൂർണതയാണ് അതിന്റെ സൗന്ദര്യം എന്നുള്ളത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് ഉറക്കെ പറയാനുള്ളത്. എന്തായാലും നമുക്ക്